നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പ്, പ്രാർത്ഥനകൾ, വഴിപാടുകൾ, ഒടുവിൽ ആ സുദിനം വന്നെത്തിയിരിക്കുന്നു. ഇന്ന് മീരയുടെ ഡെലിവറി ഡേറ്റാണ്. ലേബർ റൂമിൻ്റെ പുറത്തെ വരാന്തയിൽ ഒരു നിശബ്ദത സമാനമായ അന്തരീക്ഷമാണ്. അവിടെയുണ്ടായിരുന്ന ആർക്കും തന്നെ അത് ആശ്വസിക്കാൻ കഴിയുന്നതുമായിരുന്നില്ല. ടെൻഷൻ അതിൻ്റെ പരമകോടിയിലാണ്. ഒരു വശത്ത് മീനാക്ഷിയമ്മ ഇരിപ്പുറക്കാതെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവരുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്ന നാമജപങ്ങൾക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിട്ടുള്ളൂ: തൻ്റെ മകളും ജനിക്കാൻ പോകുന്ന കുഞ്ഞും സുരക്ഷിതരായിരിക്കണം എന്ന് മാത്രം. വരാൻ പോകുന്ന ആ കുഞ്ഞു ജീവനെ നെഞ്ചോടണക്കാൻ മീനാക്ഷിയമ്മയുടെ കൈകൾ കൊതിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രുദ്രൻ്റെ അവസ്ഥ അവിടെയുണ്ടെന്ന് മറ്റാൾക്കാരും ശ്വാസമടക്കി പിടിച്ചിരുന്നത് അവനായിരുന്നു. ആ വരാന്തയിലൂടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. മീരക്ക് ഒരു കുഴപ്പവും ഉണ്ടാവരുതേ, അവൻ്റെ മനസ്സ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. തൻ്റെ പെണ്ണിനെ ആ ലേബർ റൂമിലേക്ക് കയറ്റിവിട്ടത് മുതൽ രുദ്രൻ്റെ നെഞ്ചെടുപ്പ് സാധാരണ നിലയിലല്ല. രുദ്ര, നീ ഇങ്ങനെ ടെൻഷൻ എടുക്കാതിരിക്ക്, എല്ലാം നന്നായി നടക്കും. മീനാക്ഷിയമ്മ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വാക്കുകളിൽ അവൻ്റെ കാതുകൾ വീണതേയില്ല. പെട്ടെന്നാണ് ലേബർ റൂമിൽ വാതിലിലെ ചുവന്ന ലൈറ്റ് അണഞ്ഞത്. വരാന്തയിൽ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. എല്ലാവരുടെയും കണ്ണുകൾ ആ വാതിലിലേക്ക് നീണ്ടു. കുറച്ച് സമയത്തിന് ശേഷം വാതിൽ തുറന്ന് പുഞ്ചിരിയോടെ ഡോക്ടർ പുറത്തേക്ക് വന്നു. രുദ്രൻ പാഞ്ഞെടുത്ത് ഡോക്ടറുടെ മുന്നിൽ വന്നു നിന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അവൻ്റെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. ഡോക്ടർ രുദ്രൻ്റെ തോളിൽ തട്ടി. ആ മുഖത്ത് വലിയ ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് രുദ്രൻ, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഒരു സുന്ദരി പെൺകുട്ടി വാവയാണ് നിനക്കായിട്ട് വന്നിട്ടുള്ളത്. ആ വാക്കുകൾ കേട്ടത് മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ ആനന്ദക്കണ്ണീർ ഒലിച്ചിറങ്ങി. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. രുദ്രൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. ഒരു വർഷത്തെ കാത്തിരിപ്പിനും ആശങ്കകൾക്കുമൊടുവിൽ താൻ ഒരു അച്ഛനായി എന്ന യാഥാർത്ഥ്യം അവൻ്റെ മനസ്സിലേക്ക് സന്തോഷത്തിൻ്റെ ഒരു വലിയ പ്രവാഹമായി പെയ്തിറങ്ങി. അവൻ എത്രയും പെട്ടെന്ന് തൻ്റെ മീരയും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്നായി അവൻ്റെ മനസ്സിൽ. ലേബർ റൂമിനോട് ചേർന്ന റൂമിലേക്ക് മീരയും കുഞ്ഞിനെയും മാറ്റി. നേരത്തെ വെളിച്ചം വീണ ആ മുറിയിലേക്ക് രുദ്രനും മീനാക്ഷിയമ്മയും അടക്കി പിടിച്ച് ശ്വാസത്തോടെയാണ് ചുവട് വെച്ചത്. കട്ടിൽ ക്ഷീണിതയെങ്കിലും മുഖത്തൊരു വലിയ സാഫല്യത്തിൻ്റെ പുഞ്ചിരിയോടെ മീര കിടപ്പുണ്ടായിരുന്നു. അവളുടെ അരികിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് ചുവന്നു തൊടുത്ത മുഖത്തോടെ ഒരു കുഞ്ഞു മാലാഖ ഉറങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ കൈകളിലേക്ക് സിസ്റ്റർ ആ കുഞ്ഞുടുപ്പിൻ്റെ പൊതി വെച്ചു തരുമ്പോൾ രുദ്രൻ ശരിക്കും ശ്വാസം വിടാൻ മറന്നിരുന്നു. ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാത്തിരിപ്പും ഭയവും ഒടുവിൽ അവൻ്റെ കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു. പഞ്ഞു പോലൊരു കുഞ്ഞു ശരീരം തന്നെ നെഞ്ചോട് ചേർന്നപ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അവൻ പതുക്കെ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു വിരലുകൾ തൊട്ടു. പെട്ടെന്ന് ആ കുഞ്ഞു കൈകൾ അറിയാതെ രുദ്രൻ്റെ ചൂണ്ടുവിരൽ മുറുകെ പിടിച്ചു. ആ ഒരു സ്പർശനം അതവൻ്റെ നെഞ്ചിലേക്കൊരു മിന്നൽ പോലെ പാഞ്ഞു കയറി. അതുവരെ അനുഭവിക്കാത്തൊരു വികാരം രുദ്രൻ്റെ ഉള്ളിൽ ആഞ്ഞടിച്ചു. ഇവൾ കാരണമാണ് ഞാനും എൻ്റെ മീരയും കൂടി ഒരച്ഛനായത്. തങ്ങളുടെ പൊന്നോമന. അവൻ്റെ ഉള്ളിൽ അഭിമാനം കൊണ്ട് നിറഞ്ഞു. തൻ്റെ പെണ്ണ് അനുഭവിച്ച വേദന മുഴുവൻ ഈ കുഞ്ഞു ചിരിക്ക് വേണ്ടിയാണല്ലോ എന്നോർത്തപ്പോൾ അവന് മീരയോടുള്ള പ്രണയവും ബഹുമാനവും ഇരട്ടിയായി. അവൻ പതുക്കെ തലയുയർത്തി നോക്കി. കട്ടിൽ കിടക്കുന്ന മീരയുടെയും അരികിൽ നിൽക്കുന്ന മീനാക്ഷിയമ്മയുടെയും കണ്ണുകൾ ഒരേ സമയം രുദ്രനിൽ തങ്ങി നിന്നു. മീരയുടെ കണ്ണുകൾ ഒരു പൂർണ്ണതയുണ്ടായിരുന്നു. തന്നെ ഒരു അമ്മയാക്കിയ തൻ്റെ പാതിയെ മകളെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഭർത്താവിനെ അവൾ നിറഞ്ഞ പ്രണയത്തോടെ നോക്കി. ആ നോട്ടം രുദ്രന് പറയുകയായിരുന്നു: ഇനി നമ്മൾ 2 പേരല്ല രുദ്ര, നമ്മൾ 3 പേരാണെന്ന്. മീനാക്ഷിയമ്മയുടെ കണ്ണുകളിൽ ആശ്വാസം, ഒരു വലിയ തണലായി നിൽക്കുന്ന മരുമകനോട് നന്ദിയുമായിരുന്നു. അമ്മയുടെ കണിശതെല്ലാം ആ നിമിഷത്തിൽ ഉരുകിത്തീർന്നു. രുദ്രൻ പതുക്കെ കുഞ്ഞിനെയും എടുത്ത് മീരയുടെ അരികിലേക്ക് നടന്നു. അവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ മന്ത്രിച്ചു: താങ്ക്സ് ഫോർ എവ്രിതിങ്. എൻ്റെ ജീവിതത്തിലേക്ക് ഈ കുഞ്ഞിനെ തന്നതിനും നീ വന്നതിനും. മീര അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. രുദ്രൻ ആ കുഞ്ഞിനെ മീരയുടെ നെഞ്ചിലേക്ക് കിടത്തി. ആ മുറിയിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ പ്രകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയം. രുദ്രനും മീരയും തങ്ങളുടെ കുഞ്ഞു മാലാഖയെ നോക്കി സന്തോഷം പങ്കിടുന്ന തിരക്കിലാണ്. ആ മുറിയുടെ വാതിൽ പതുക്കെ തുറന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. വാതിൽക്കൽ പുഞ്ചിയോടെ നിന്ന കാർത്തികും അവൻ്റെ പാതിയായ ഹിരണ്യയും. ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് ആരുടെയും വലിയ ആർഭാടങ്ങളില്ലാതെ തുളസിമാല ചാർത്തി അവളെ അവൻ സ്വന്തമാക്കി.
കാർത്തികിൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. തൻ്റെ പെണ്ണിനെ കൂടെ ജീവിതം ആസ്വദിച്ചു കഴിയുക എന്നത് മാത്രം. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കാർത്തിക് തൻ്റെ അച്ഛനോടും അമ്മയോടും ഹിരണ്യയെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. തുടക്കത്തിൽ അമ്മയ്ക്ക് ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നത് സത്യം. എന്നാൽ തങ്ങളുടെ മകനെ തകർന്നുടഞ്ഞ ജീവിതത്തിലേക്ക് സന്തോഷവും വെളിച്ചവും തിരികെ കൊണ്ടുവന്നത് ഈ പെൺകുട്ടിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ അമ്മയുടെ മനസ്സും അലിഞ്ഞുപോയി. എൻ്റെ മകൻ സന്തോഷത്തോടെ ജീവിക്കാൻ ഇവളാണ് കാരണമെങ്കിൽ അവൾ നമ്മുടെ വീട്ടിലെ വിളക്കാവട്ടെ എന്നൊടുവിൽ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ പ്രണയത്തിന് 5 മാസത്തെ ആയുസ്സുള്ള മറ്റൊരു ജീവന്റെ തുടർച്ചയുണ്ട്. ഹിരണ്യ ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. അവളുടെ കുഞ്ഞുവയറിൽ തലോടിക്കൊണ്ടാണ് കാർത്തിക് അവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കയറിയത്. കുഞ്ഞിനെ കാണുന്ന ആ മനോഹരമായ നിമിഷത്തിലേക്ക് വന്നു വീണ്ടും. ഡാ രുദ്ര. കാർത്തികിന്റെ ശബ്ദം കേട്ട് രുദ്രൻ സന്തോഷത്തോടെ എഴുന്നേറ്റു. നീ എപ്പോ എത്തിയടാ? ഹിരണ്യ നോക്കി നടക്കുന്നേ. ഇരിക്കിവിടെ. രുദ്രൻ കാർത്തികിനെ കെട്ടിപ്പിടിച്ച് ഹിരണ്യ കട്ടിലെ അരികെയുള്ള കസേരയിലേക്ക് ഇരുത്തി. മീരയുടെ അരികിൽ കിടക്കുന്ന കുഞ്ഞു വാവയെ കണ്ടതും ഹിരണ്യയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ പതുക്കെ കുഞ്ഞിന്റെ നേർക്ക് കുനിഞ്ഞു. എന്തൊരു ഭംഗിയാ കുഞ്ഞിനെ കാണാൻ. മീരയെ പോലെയുണ്ട് അല്ലേ കാർത്തി? അവൾ പതുക്കെ തൻ്റെ വലതു കൈ കുഞ്ഞിന്റെ കുഞ്ഞു പാദങ്ങളിൽ മുട്ടിച്ചു. തൊട്ടടുത്ത നിമിഷം ഹിരണ്യയുടെ കൈകൾ സ്വന്തം വയറിലേക്ക് നീണ്ടു. അവിടെ അവളുടെ ഉള്ളിലും ജീവൻ തുടിക്കുന്നുണ്ട്. 5 മാസം പ്രായമുള്ള കുഞ്ഞ് അമ്മയുടെ ഉള്ളിൽ കിടന്ന് പതുക്കെ ഒന്ന് ഇളകിയതുപോലെ ഹിരണ്യക്ക് തോന്നി. ഹിരണ്യ തൻ്റെ വയറിൽ കൈവച്ച് വിടർന്ന കണ്ണുകളോടെ കാർത്തികിനെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. നാളെ നമുക്കും ഇതുപോലൊരു വാവ വരും കാർത്തിക്. ഇതുപോലെയുള്ള മധുരമായ നിമിഷങ്ങളും നമ്മളെ തേടിയെത്തും. കാർത്തിക് ഹിരണ്യയുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളെ കൈ ചേർത്തു. അവൻ്റെ കണ്ണുകൾ മീരയുടെ കുഞ്ഞിൽ നിന്നും ഹിരണ്യയുടെ വയറിലേക്ക് നീണ്ടു. തൻ്റെ ജീവിതം ഇത്രയും മനോഹരമാക്കിയ ദൈവത്തോട് അവൻ മനസ്സാലെ നന്ദി പറഞ്ഞു. ഇതെല്ലാം നോക്കി നിന്ന് മീനാക്ഷിയമ്മയുടെ മുഖത്ത് ഒരു സംതൃപ്തിയുടെ പുഞ്ചിരിയുണ്ടായി. പ്രണയവും കാത്തിരിപ്പും ഒടുവിൽ വിജയത്തിലെത്തി നിൽക്കുന്ന 2 ദമ്പതികൾ. അടുത്തത് നമ്മുടെ കാർത്തികിൻ്റെ ഹിരണ്യയുടെ മോയമാണ്. ഗുരുവായൂരപ്പനെ എല്ലാം ഭംഗിയായി നടത്തി തരും. മീനാക്ഷിയമ്മ രണ്ടുപേരെ നോക്കി അനുഗ്രഹിച്ചു. മുറിയിലാകിയപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ സാന്നിധ്യമാണ്. ഒന്ന് പുറത്ത് കൺമുന്നിലും മറ്റൊന്ന് അമ്മയുടെ ഉള്ളിലെ തുടിപ്പായും. ആ മുറിക്കുള്ളിൽ സന്തോഷത്തിന്റെ പ്രകാശം ഇരട്ടിയായി പടർന്നു. കാവ്യക്ക് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് മറ്റൊന്നുമല്ല, വെങ്കടയുടെയും അവളുടെയും പൊന്നാമനായ കണ്ണൻ, അതായത് വിഹാൻ. അമ്മയുടെ മുടിൽ സുഖമായിരുന്ന കുഞ്ഞുവാവയെ തുറന്ന് ഓരോ ഉരുളയും വാങ്ങി കഴിക്കുന്ന മകനെ കാവ്യയുടെ മുഖത്ത് നിറഞ്ഞ മാതൃസ്നേഹമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോറും മുഖത്തും കവിളിലുമൊക്കെ പുരട്ടി അവളെ കുസൃതിയോടെ നോക്കി ചിരിക്കുന്ന വിഹാനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആ കാഴ്ചകൾ കുറച്ചകലെ ചാരി നിന്ന് വെങ്കടിയെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് നഷ്ടപ്പെട്ടു വന്ന കരുതിയ ജീവിതം ഇന്ന് അവൻ്റെ മുന്നിൽ പൂർണ്ണതയോടെ നിൽക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യയും അവരുടെ സ്നേഹത്തിൻ്റെ അടയാളമായ മകനും. അതായിരുന്നു അവൻ്റെ ലോകം. അവരുടെ ചിരികളും കുഞ്ഞിൻ്റെ കൊഞ്ചിലുകളും നിറഞ്ഞ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും വികസിച്ചു. കാവ്യയുടെ കണ്ണുകൾ ഒരു നിമിഷം വെങ്കടിയെ തേടിയെത്തി. അവരുടെ നോട്ടങ്ങൾ തമ്മിലടഞ്ഞപ്പോൾ 1000 വാക്കുകൾ പറയാതെ തന്നെ കൈമാറപ്പെട്ടു. ചില പ്രണയങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. അവ ജീവിതകാലം മുഴുവൻ കുടുംബമെന്ന മനോഹരമായ രൂപത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കും. അവസാനിച്ചു.